വിജയ് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. VC-ക്ക് വിജയ്ക്ക് പിന്തുണയ്ക്കുന്ന കത്ത് കൈമാറി. ആദവ് അർജുനയ്ക്ക് കത്ത് കൈമാറുന്ന ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്ന ദൃശ്യം തന്നെയാണ്. ഇതോടെ വിജയ്ക്ക് 118 MLA-മാരുടെ പിന്തുണയായി. അങ്ങനെ ഒടുവിൽ വിജയ് ജനനായകനാകുന്നു. മുഖ്യമന്ത്രി കസേരയിൽ അങ്ങ് ഉറപ്പിക്കുകയാണ് വിജയ്. 3 തവണ ഗവർണറെ കണ്ടു, പക്ഷേ ഒരു തീരുമാനമുണ്ടായില്ല. ഗവർണർ ഇന്നോ നാളെയോ കേരളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള വാർത്തകൾക്കിടയിലാണ്, റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം 118 MLA-മാരുടെ പിന്തുണയിലേക്ക് എത്തുന്നത്. ഗവർണറെ ഉടൻ വിജയ് കാണും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4ാം വട്ടം ആ 118 MLA-മാരുടെ ഉറപ്പോടുകൂടി വിജയ്ക്ക് ഗവർണറെ കാണാം എന്നുള്ളത് തന്നെയാണ്. ഇനി ഗവർണറുടെ തീരുമാനവും നിർണായകമാണ്. അനുമോദ് ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോദ്, അങ്ങനെ ഒടുവിൽ ഒരുപാട് ചർച്ചകൾ, വടംവലികൾ, കൂടിച്ചേരലുകൾ, അവസാനം വിജയ് മുഖ്യമന്ത്രിയാവുന്നു. തീർച്ചയായും ഒരു സസ്പെൻസ് പടത്തിന്റെ ത്രില്ലർ പോലെ അതിന്റെ ക്ലൈമാക്സിലേക്ക് അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിജയ്ക്ക് ഇവിടെ VC-ക്കെയും അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മുസ്ലിം ലീഗും അവരുടെ ഉപാധിരഹിത പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് 120 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് വിജയ്ക്ക് ഇവിടെ ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഇതോടെ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ വിജയ്ക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഗവർണറെ കണ്ട് ഗവർണർ അദ്ദേഹത്തെ എപ്പോൾ സത്യപ്രതിജ്ഞ ക്ഷണിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. ഇന്നലെ മുതൽ വിജയ്ക്ക് ഈ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ രാത്രി വീണ്ടും കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. 3ാം തവണയും തന്നെ വന്നു കണ്ട വിജയ് പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ക്ഷണിച്ചില്ല. പിന്നാലെ TTV ദിനകരന്റെ ഗവർണറുടെ സന്ദർശനമുണ്ടായി. VC-യുടെ പിന്തുണ പരസ്യ പ്രഖ്യാപനം വരാത്തൊരു സാഹചര്യം, കത്ത് കൈമാറാത്ത സാഹചര്യം, ഇതൊക്കെ തന്നെ വളരെ അനിശ്ചിതത്വങ്ങളുടെ മണിക്കൂറുകളായിരുന്നു തീർത്തത്. ഇന്ന് രാവിലെ മുതൽ VC-യുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ സൂചനകളുണ്ടായിരുന്നു. പക്ഷേ എപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിനാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 4 മണിയോടെ VC-യുടെ നേതാവ് തിരുമാവളവൻ TVK നേതാവായ ആദവന് ഈ കത്ത് കൈമാറിയതിൻ്റെ ഫോട്ടോ പുറത്തു വന്നു. അതോടെ ഉപാധിരഹിത പിന്തുണ VC-ക്ക് വിജയ്ക്ക് നൽകുന്നതായി TVK നൽകുന്നതായുള്ള കാര്യം വ്യക്തമാകുന്നു. പിന്നാലെ മുസ്ലിം ലീഗും അവരുടെ 2 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള തീർച്ചയായും ഉപാധികളില്ലാതെയാണ് എല്ലാവരും ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത്, പിന്തുണയ്ക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. CPM-ഉം CPI-യും VC-ക്കെയും മുസ്ലിം ലീഗും എല്ലാം ഉപാധിരഹിത പിന്തുണയാണ് വിജയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദത്തിന് വിജയ്ക്ക് ഇനി തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം, ഇന്ന് ഗവർണർ കേരളത്തിലേക്ക് രാത്രി 7:10 മടങ്ങാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മാറിയ സാഹചര്യത്തിൽ തന്നെ യാത്ര അല്പം മാറ്റിവെക്കാൻ സാധ്യതയുണ്ടോ, അതോ ഗവർണർ ഇനിയും വിജയെ കാത്തു നിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനിയെല്ലാം ഗവർണറുടെ കോർട്ടിലാണ്, ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. വിജയുടെ കൈവശം കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള MLA-മാരായി കഴിഞ്ഞിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ MLA-മാരായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗവർണറെ കണ്ട് അദ്ദേഹത്തെ ഈ കത്ത് കൈമാറി അദ്ദേഹം എപ്പോഴാണ് അത് വിജയെ ക്ഷണിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി അറിയേണ്ടത് ഗവർണറുടെ നിലപാടാണ്. അല്പസമയത്തിനകം തന്നെ വിജയ് ഗവർണറെ കാണാനും പോകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അല്പസമയത്തിനുള്ളിൽ വിജയ് ഗവർണറെ കാണും. ഗവർണറുടെ നിലപാട് നിർണായകമാണ്. പക്ഷേ 118 ഇങ്ങനെ ഒരു ഭൂരിപക്ഷം തേക്കാൻ, കേവല ഭൂരിപക്ഷം തേക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു TVK. പക്ഷേ ഇതാ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മാറി 120 MLA എന്ന കണക്കിലേക്ക് എത്തി നിൽക്കുന്നു TVK എന്നുള്ളതാണ് നിലവിലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം. നമ്മളിങ്ങനെ കേരളം തമിഴ്നാട് ഇങ്ങനെ മാറി ഷട്ടിൽ കോട്ട് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴേക്കും 120 MLA-മാരുടെ പിന്തുണ വിജയ്ക്ക് കിട്ടുന്നു. വിജയ് ജനനായകനാകുന്നു, വിജയ് മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 4ാം വട്ടമാണ്. അനുമോദ്, അവരുടെ കാര്യം കൂടെ നമുക്ക് അതിനെ കൂടി ഒന്ന് സംസാരിക്കാം. ഗവർണറിന് ആദ്യവട്ടം കാണുന്നു, നടക്കുന്നില്ല. 2ാം വട്ടം കാണുന്നു, നടക്കുന്നില്ല. 3ാം വട്ടം കാണുന്നു, നടക്കുന്നില്ല. ഗവർണർ തിരികെ വരാനുള്ള സമയം ഏകദേശം 7:30 ഇടയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുമോ? വിജയ്ക്ക് ഗവർണറെ കാണാൻ കഴിയുമോ എന്നുള്ള നിർണായകമായ ചോദ്യം. തീർച്ചയായും വിജയ്ക്ക് സമയം കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനമായിട്ട് അറിയാൻ കഴിയുന്ന കാര്യം. വൈകുന്നേരം അല്പസമയത്തിനകം തന്നെ ആ വിജയ് ഗവർണറെ കാണും. ഒരുപക്ഷെ മാറിയ സാഹചര്യത്തിൽ ഗവർണർ തന്നെ യാത്ര മാറ്റിവെക്കുമോ എന്നും പറയാനാകില്ല. കാരണം ഇന്നലെ തന്നെ ഗവർണറെ കണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഗവർണറെ കണ്ട് അദ്ദേഹത്തിന് അനുമതി കിട്ടിയാൽ എത്രയും വേഗം സത്യപ്രതിജ്ഞ നടത്താൻ തന്നെയായിരിക്കും വിജയുടെ തീരുമാനം. കാരണം ഇനിയും കാത്തു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, രാഷ്ട്രീയമാണ്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് തമിഴ്നാട്ടിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അനുകൂലമായ സാഹചര്യം എത്രയും പെട്ടെന്ന് അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും വിജയുടെ ഭാഗത്തുണ്ടാവുക. അങ്ങനെ ഗവർണറെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗവർണർ അദ്ദേഹത്തിന്റെ യാത്ര മാറ്റിവെക്കും. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഇതിൽ പ്രധാനം. പന്തിനി ഗവർണറുടെ കോർട്ടിലാണെന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയും. വൈകുന്നേരം 7:10 അദ്ദേഹത്തിന്റെ വിമാനത്തിലെ ടിക്കറ്റ് അദ്ദേഹം ബുക്ക് ചെയ്തത്. അതൊരു മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാണെങ്കിലും 5:30 മുമ്പായിട്ട് ഗവർണറെ വിജയ് കാണുമെന്ന തരത്തിൽ തന്നെയാണ് ഏറ്റവും അവസാനമായി നമുക്ക്
നമുക്ക് ലഭിക്കുന്ന സൂചനകളും. അങ്ങനെയാണെങ്കിൽ ഗവർണർ എന്ത് തീരുമാനിക്കും? ഗവർണർ ഉടൻ തന്നെ ഈ ഒരു കത്തെല്ലാം സ്വീകരിച്ച് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഗവർണർ അതോ കേരളത്തിൽ പോയി വന്നതിന് ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? എന്താണെങ്കിലും ഗവർണറാണ് ഇനി തീരുമാനിക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ വിജയ് ഗവർണറെ കാണുമെന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അത് തന്നെയാണ്, ഗവർണറാണ് ഇനി തീരുമാനിക്കുന്നത്. ഗവർണർ തീരുമാനിക്കുകയാണ് യാത്ര മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇനിയും നീളും ആ സത്യപ്രതിജ്ഞ. പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറുമോ? പ്രത്യേകിച്ച് TVK കേവല ഭൂരിപക്ഷവും കടന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ തീരുമാനം, ഗവർണറുടെ കോർട്ടിലാണ് ഇനി പന്ത് നിൽക്കുന്ന അനുമതി പറഞ്ഞു. അതേ വാക്കുകൾ തന്നെയാണ്, ഗവർണറുടെ കോർട്ടിലാണ് പന്ത്. എന്താണ് തീരുമാനിക്കുന്നതെന്ന് ഗവർണർ തീരുമാനിക്കും. എന്തായിരിക്കും ഇനി തുടർന്നുള്ള സാഹചര്യം, സത്യപ്രതിജ്ഞ എന്നതിനെ സംബന്ധിച്ച്